നിങ്ങളുടെ ബ്രെയിൻ ഷോർട്ട് കട്ടിന് അഡിക്റ്റ് ആയതും അത് നിങ്ങളുടെ ജീവിതത്തെ പതിയെ പതിയെ നശിപ്പിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു ഷോർട്ട് കട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് അത് റിപ്പീറ്റ് ചെയ്യുകയും ആ ഒരു ഷോർട്ട് കട്ടിന് അത് അഡിക്റ്റ് ആകുകയാണ് ചെയ്യുന്നത്. ഷോർട്ട് ടെമ്പർ ആകുന്നത്, മടി കാണിക്കുന്നത്, അല്ലെങ്കിൽ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആകുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ബ്രെയിനിൻ്റെ ഷോർട്ട് കട്ടാണ്. നമ്മുടെ പേഴ്സണാലിറ്റിയുടെ പ്രശ്നമല്ല ഇത്. നമ്മളൊരു മോശക്കാരനായത് കൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ നമ്മുടെ ബ്രെയിൻ ഇത് പഠിച്ചെടുത്ത ഒരു പാറ്റേൺ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ്. ഉദാഹരണത്തിന് സ്ട്രെസ് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാതെ, അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താതെ മൊബൈൽ ഫോൺ നോക്കിയിട്ട് നിൽക്കുകയാണെങ്കിൽ, നമ്മൾ ആ മൊബൈൽ ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ അവിടെ ഒരു പാറ്റേൺ സേവ് ചെയ്യുകയാണ്, ഒരു ഷോർട്ട് കട്ട് സേവ് ചെയ്യുകയാണ്. സ്ട്രെസ് വരുമ്പോൾ മൊബൈൽ ഫോൺ നോക്കണം, അപ്പോൾ നമുക്ക് ടെമ്പററി റിലീഫ് കിട്ടും. അപ്പം ഈ രീതിയിൽ നമ്മളെ ബ്രെയിൻ ആ ഒരു ഷോർട്ട് കട്ട് സേവ് ചെയ്യാണ്. നമ്മുടെ ബ്രെയിൻ വിചാരിക്കും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെന്ന്. ആക്ച്വലി ഇത് നമ്മളെ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നാൽ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് ഏതൊരു പാറ്റേൺ പഠിക്കുന്നത് പോലെ തന്നെ ആ പാറ്റേൺ മറക്കാൻ സാധിക്കും. നമുക്ക് ഏതൊരു പാറ്റേണും ഈസി ആയിട്ട് റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. ഇതിന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വളരാൻ അനുവദിക്കാത്ത, നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കണ്ടെത്തുക. അത് ചിലപ്പോൾ മടിയായിരിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് ടെമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ചെറുതായിട്ട് കാണുന്നതായിരിക്കാം. നമ്മുടെ ബ്രെയിനിൻ്റെ ഷോർട്ട് കട്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവയർനെസ് ആണ്. അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നിങ്ങളെ പിറകോട്ട് വലിക്കുന്ന ആ ഒരു പാറ്റേൺ ഏതാണെന്ന് കണ്ടെത്തുക. എന്നിട്ട് അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.